ആടുജീവിതം ഫിലിം കഴിഞ്ഞേ പിന്നെ ഒറ്റ ഫിലിമും തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അതിപ്പോൾ എത്ര നാളായില്ലേ. അത് കഴിഞ്ഞപ്പം എനിക്കാണെങ്കിൽ ഈ സിനിമ ടി വിയിൽ അല്ലെങ്കിൽ സാറ്റലൈറ്റുകാർ മേടിച്ചിട്ട് അത് വന്നാൽ പോലും ഞാനത് എനിക്ക് കാണാൻ പറ്റാറില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണും. പക്ഷേ ഒറ്റ ഇരിപ്പിന് കണ്ടതുകൊണ്ടാണോ എന്താണോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എക്കോ മ്ലാത്തിച്ചേട്ടത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഒരാഴ്ചയോളം സമയം ഞാൻ ഇങ്ങനെ മനസ്സിലിട്ട് ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു. എല്ലാവരും റിവ്യൂസൊക്കെ പറഞ്ഞു. എല്ലാവരും എല്ലാവരും കണ്ടു. ഞാൻ എന്ത് പറഞ്ഞാലും സ്പോയിലർ ആവില്ലെന്ന് തോന്നുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. എന്തായാലും നല്ല പടമാണ്. ഒരാഴ്ചയോളം ഞാൻ ഓരോ കാര്യം ഇങ്ങനെ എടുത്തെടുത്ത് ചിന്തിച്ച് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുകയോ ചെയ്തത്. അപ്പോൾ എനിക്കത് നിങ്ങളോട് പറയണമെന്ന് ഓർത്തു ഞാൻ. കാരണം ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. മ്ലാത്തിച്ചേട്ടത്തി ഇങ്ങനെ നോക്കുന്നുള്ളത് കൊണ്ട് അവിടെ നമ്മുടെ കുര്യച്ചൻ ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ വിചാരിക്കേണ്ട വന്നേനെ കുര്യച്ചൻ മരിച്ചു എന്ന്. അതോ കുര്യച്ചൻ മരിച്ചു കിടക്കുക തന്നെയാണോ എന്ന് നോക്കണേ ആയിരിക്കുമോ. കാരണം ഒരിക്കലും ആ ചോറിൻ്റെ പാത്രമൊന്നും അവിടെ കാണാറില്ല. ഒരു ദിവസം കണ്ടിരുന്നു, പക്ഷെ അത് പാത്രം മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് അതിൽ ചോറ് പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു ലാസ്റ്റ് ദിവസം പീയൂഷ് കാണുമ്പോൾ. അപ്പോൾ ആ ചോറെടുത്ത് അവൻ മണത്ത് നോക്കുന്നുണ്ട്. ആ ചോറിന് വേറെ മണം വന്നിട്ട്. അപ്പോൾ കുര്യച്ചൻ മരിച്ചു എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതോ കുര്യച്ചൻ മരിച്ചിട്ടില്ല, അവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണോ? എന്തായിരിക്കും? അത്രയും നാളും മ്ലാത്തിച്ചേട്ടത്തി വിചാരിച്ചു കുര്യച്ചനെ കൊല്ലണ്ട, താൻ ഈ നരകത്തിൽ കിടന്ന് അനുഭവിച്ച പോലെ തന്നെ കുര്യച്ചൻ കൂടെ അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പീയൂഷ് ആരാന്ന് അറിഞ്ഞല്ലോ. പീയൂഷ് ഒരു ഭയങ്കര കൂറുള്ള നായയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചല്ലോ. അത് കഴിയുമ്പോഴത്തേക്കും ആണ് മ്ലാത്തിച്ചേട്ടത്തി ചിലപ്പോൾ കൊന്നിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീയൂഷ് ചിലപ്പോൾ മ്ലാത്തിച്ചേട്ടത്തിനെയും കൊന്ന് കുര്യച്ചനെ രക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഓർത്തിട്ട് അതിന് മുമ്പ് പീയൂഷ് വന്നതിന് മുമ്പ് കൊന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറ. പിന്നെ ബൈനോക്കുലർ കയ്യിലിരിക്കുന്നത് എന്തായാലും അത് വിനീതിൻ്റെ കയ്യിലിരുന്ന ബൈനോക്കുലറാണ്. അപ്പം മ്ലാത്തിച്ചേട്ടത്തി അത് കൊന്നു കഴിഞ്ഞിട്ട് പട്ടികളെ കൊണ്ട് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് എടുപ്പിച്ചായിരിക്കും. നീ ഇവിടുത്തെ ഫോട്ടോകളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലേ? പിയൂസ് എന്നാണ് അവർ വിളിക്കുന്നത് കേട്ടോ. പീയൂഷ് എന്നല്ല വിളിക്കുന്നത്. അങ്ങനെ ചോദിക്കണ്ടേ. അപ്പം മ്ലാത്തിച്ചേട്ടത്തിനെ അവിടെ ഒരു തടങ്കലിൽ പോലെ ആക്കിക്കുമായിരുന്നു മുൻ ഭർത്താവ്. അവിടെ നിന്ന് കുര്യച്ചൻ രക്ഷിച്ചത് എങ്ങനെയാണെന്ന് രക്ഷിച്ചതല്ല, കട്ടുകൊണ്ട് പോകുന്നത് പോലത്തെ, അല്ലെങ്കിൽ ചതിച്ചുകൊണ്ട് പോകുന്ന പോലത്തെ. അപ്പോൾ വെടിവെച്ച് കൊന്നു നായ്ക്കളെ. അതുപോലെ പീയൂഷും ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നായ്ക്കളെയും വെടിവെച്ച് കൊന്നിട്ട് മ്ലാത്തിച്ചേട്ടത്തിനെയും കൊന്നിട്ട് കുര്യച്ചനെ രക്ഷിക്കാം. ഇതൊക്കെ മ്ലാത്തിച്ചേട്ടത്തി ചിന്തിച്ച് കാണും. പിന്നെ അത് മാത്രമല്ല, അന്ന് മാത്രം കുറേ പട്ടികൾ കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി ലാസ്റ്റ് ദിവസം. പിന്നെ മ്ലാത്തിച്ചേട്ടത്തി നല്ല ബുദ്ധിയുണ്ട്, വിഷം കൊടുക്കാനുള്ള ബുദ്ധിയുണ്ട്. കാരണം മ്ലാത്തിച്ചേട്ടത്തിക്ക് പീയൂഷ് എന്ത് കൊടുക്കുമ്പോഴും അത് ഉറുമ്പിനൊക്കെ കൊടുത്ത് പലർക്കും കൊടുത്തിട്ടാണ് മ്ലാത്തിച്ചേട്ടത്തി അത് കഴിക്കണേ. വിശ്വാസക്കുറവുണ്ട്, പീയൂഷ് കൊല്ലുമെന്നോ എന്തൊക്കെയോ. അപ്പോൾ അന്നൊക്കെ പീയൂഷിനെ ഇങ്ങനൊരു കുര്യച്ചൻ്റെ ആളെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് എനിക്ക് തോന്നുന്നത് കുര്യച്ചനെ കൊന്നു എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം പറയും.